യാ അക്രമൽ ഖൽഖി മാ ലീമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി പറഞ്ഞ ഇസ്തിഗാസയാണ്, ശിർക്കാണ്. അപ്പോൾ ഉമർ മൗലവി നിങ്ങൾ പറഞ്ഞതോ യാമൻ അലൂദു ബിഹി മിനൽ അഹ്വാലി മുതവദ്ദിഅൻ അദ്നു മിനൽ ഖഹാരി. ഉമർ മൗലവിനെ നേരിട്ട് യാമൻ അലൂദു ബിഹി, യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ നിങ്ങൾ ഏതായാലും ഇസ്ലാം ഒന്ന് പുറത്താക്കും, ശിർക്കാണ്. പക്ഷെ ഉമർ മൗലവിനെ വിളിക്കുമ്പോഴോ അപ്പൊ കുഴപ്പമില്ല. അപ്പോ ഇവരുടെ ഈ തൗഹീദും അല്ലെങ്കിൽ ഇവരുടെ ഈ ഉസൂലൊക്കെ സ്വന്തത്തിലേക്ക് തന്നെ പതിക്കണം. ഇവരുടെ നേതാക്കളെ പറ്റിയിട്ട് എന്തൊക്കെ പുകഴ്ത്തലുകളും അവരുടെ ഓർമ്മകൾ ഇപ്പൊ ഈ യൂട്യൂബിലൊക്കെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ 1-2 ആഴ്ചകൾക്ക് മുമ്പ് വരെ കെ എം മൗലവിയെ കുറിച്ചിട്ടൊക്കെ വാദോരാതെ സംസാരിക്കുന്ന വീഡിയോകൾ ഇവരിൽ കാണാം. അപ്പോ ഏറ്റവും ചുരുങ്ങിയതൊരു മാന്യത എന്നുള്ള നിലക്ക് നിങ്ങളെ നേതാക്കന്മാരെ പറഞ്ഞോളി. ഞങ്ങൾക്ക് ഞങ്ങളെ നേതാക്കളെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമല്ലേ? അതല്ല, ഞങ്ങൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തുമ്പോൾ നിങ്ങൾ എന്തിനെങ്ങനെ അസഹിഷ്ണുത പ്രകടിപ്പിക്കണം? ഒരു തരം ഫാഷിസം അല്ലേ അത്? മഹബത്തുള്ള ഒരാളെ പുകഴ്ത്തി പറയാനൊക്കെ ഉള്ളത് അത് സ്വാഭാവികല്ലേ? അതിനൊക്കെ ഈ രൂപത്തിലുള്ള ഇത്തരം അബദ്ധജടിലമായ സിദ്ധാന്തങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എതിർക്കുക എന്നുള്ളത് മൗഢ്യമാണ്. ഈ യാമൻ അലൂദു ബിഹി അതൊക്കെ നമ്മുടെ പ്രേക്ഷകരൊക്കെ പല ആളുകളും ആദ്യമായിട്ട് കേൾക്കായിരിക്കും കേട്ടോ. ഇവര് അവരുടെ ഉമർ മൗലവിന്റെ മൗലിദൊക്കെ ഉണ്ട്, ഇനിയുണ്ട്. അതൊഴുക്ക ഞാൻ സാമ്പിളിന് വേണ്ടിയിട്ട് മാത്രം പാടിയതാണ്. അൻതല്ലദീ ഔജത്തനി വഅവൈതനി തഹതൽ മിളല്ലതി ലുഅബതൽ അഖ്ദാരി അദ്ഉക ദഅവത ഹായിരിൻ മുതഹയ്യിരി ഫിൽ കൗനി വൽ മലകൂതി വൽ അസ്റാരി. ഒരു അറബി ചൊല്ലിയാലൊക്കെ ചെല്ലിയ ഉഷാറാവും. ഇങ്ങനെ ഇത് മാത്രമല്ല, ഇനി മലയാളത്തിലുണ്ട് ഉമർ മൗലവിനെ കുറിച്ചിട്ട് സ്വർഗത്തിലേക്കു കുതിച്ചഹോ ചേതന വേദന ശാന്തിതൻ സായുജ്യമാകുവാൻ, ഇങ്ങനെ മൂപ്പര് നേരെ സ്വർഗത്തിലേക്ക് കുതിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ. അല്ലാ തീരിഫേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. ശിർക്കായിരുന്നു, അതിന് ചെല്ലാൻ പറ്റൂല അല്ലെങ്കിൽ പുകഴ്ത്താൻ പറ്റൂല, അവരൊക്കെ ആരാണെന്ന് പറഞ്ഞിട്ട് ആ മുഹിദ്ദീമാല മൊത്തം ശിർക്കാക്കിയ ആളുകള് ഈ ഉമർ മൗലവിനെ കുറിച്ചിട്ട് കേഴുന്നു കേരള മക്കൾ നിനക്കൊരു രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ. ആരെ പറ്റിയിട്ട്? ഉമർ മൗലവിനെ പറ്റിയിട്ട്, സ്വന്തം നേതാവിനെ പറ്റിയിട്ട് അങ്ങനെ പറയും. എത്രത്തോളം മലയാള മണ്ണിനു സൗഭാഗ്യരായി നീ 3-ാം ഉമറായി ജീവിച്ച നാളുകൾ. നഊദു ബില്ലാഹ്. സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, 2-ാം ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, 3-ാമത്തെ മുതലാണിത്.